യെസ്, എന്നോടൊപ്പം കെ പി റഹ്മത്തുള്ള, അവിടുത്തെ മുതിർന്ന മാധ്യമപ്രവർത്തകൻ എന്നോടൊപ്പം ചേരുന്നു. ശ്രീ കെ പി റഹ്മത്തുള്ള, ഇത് ഒരു വാശിയേറിയ ഒരു തർക്കം നടക്കുന്ന ഒരു ഘട്ടത്തിലാണ് മങ്കട ഒരു വലിയ കേന്ദ്രമായി വരുന്നത്. മഞ്ഞളാംകുഴി അലി അവിടെ ആദ്യമെത്തുന്നത് LDF സ്ഥാനാർത്ഥിയായാണ്. പിന്നീട് അദ്ദേഹം നിലപാട് മാറ്റി UDF-നൊപ്പം ചേരുന്നു, മുസ്ലിം ലീഗിനൊപ്പം ചേരുന്നു. അൻവറിൻ്റെ സമാനമായ രീതിയിലുള്ള ഒരു മാറ്റം അവിടെ ഉണ്ടാകുന്നത് തിരിച്ചടിയാകുന്നു. LDF-നെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു തന്ത്രപ്രധാനമായ ഒരു വിജയിക്കേണ്ട ഒരു മത്സരമായി മാറുകയാണ്. എങ്ങനെയാണ് ശ്രീ റഹ്മത്തുള്ള അവിടുത്തെ നിലവിലെ രാഷ്ട്രീയ പോരാട്ടത്തെ നോക്കിക്കാണുന്നത്? മഞ്ഞളാംകുഴി അലി നീണ്ട അഞ്ച് തവണയായി വിവിധ പെരിന്തൽമണ്ണയിൽ നിന്നും മങ്കടയിൽ നിന്നും MLA ആവുകയും 3.5 കൊല്ലം മന്ത്രിയാവുകയും ചെയ്തിരുന്നു. ആ നിലയിൽ മുസ്ലിം ലീഗ് നേതൃത്വം ഇത്തവണ മഞ്ഞളാംകുഴി അലിയെ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് മാറ്റുമെന്ന് ന്യായമായും മങ്കടയിലുള്ളവർ വിശ്വസിച്ചിരുന്നു. കഴിഞ്ഞ 8 വർഷമായി പെരിന്തൽമണ്ണ മങ്കട മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റായിരുന്ന കുന്നത്ത് മുഹമ്മദ് എന്ന വ്യക്തി തനിക്ക് മത്സരിക്കാനുള്ള അവസരം കിട്ടുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കാനുള്ള അവസരം അദ്ദേഹം സ്വയം വേണ്ടെന്ന് വെക്കുകയായിരുന്നു. ആ നിലയിൽ ഇത്തവണ നിയമസഭയിലേക്ക് മത്സരിക്കാൻ കഴിയുമെന്നാണ് അദ്ദേഹം കരുതിയിരുന്നത്. സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുക്കുന്നതിന് വേണ്ടി മങ്കട മണ്ഡലത്തിൽ ചേർന്ന യോഗത്തിൽ അധ്യക്ഷം വഹിച്ചത് പോലും കുന്നത്ത് മുഹമ്മദ് ആയിരുന്നു. പക്ഷേ മഞ്ഞളാംകുഴി അലിയോട് ഒരിക്കൽ കൂടി മത്സരിക്കാൻ പാർട്ടി ആവശ്യപ്പെട്ടതോടുകൂടി പൊടുന്നനെ അദ്ദേഹം ഇടതുപക്ഷത്തേക്ക് മാറുകയായിരുന്നു എന്നതാണ് സത്യം. സമസ്ത ഇവിടെ നമ്മൾ ഇത് എപ്പോഴും കാണുന്നതാണ്. അൻവറിന്റെ ഒരു കഥ CPM-ന് മുന്നിലുണ്ട്, മഞ്ഞളാംകുഴി അലിയുടെ തന്നെ ഒരു കഥ CPM-ന് മുന്നിലുണ്ട്. ഇപ്പോൾ KP റഹ്മത്തുള്ളയെ അവിടെ സ്വതന്ത്രൻ എന്ന നിലയിൽ പിന്തുണച്ച് വരികയാണ്. ഇത് വീണ്ടും ഒരു ഘട്ടം കഴിയുമ്പോഴുള്ള ഒരു തിരിച്ചടി ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്ന് ഭയക്കേണ്ടതുണ്ടോ? കുന്നത്ത് മുഹമ്മദ് ഇടതുപക്ഷത്തെത്തിയോടുകൂടി വലിയ ആവേശത്തിലാണ് ഇടതുപക്ഷ പ്രവർത്തകർ എന്നതാണ് സത്യം. മഞ്ഞളാംകുഴി അലി വിരുദ്ധ വികാരം മണ്ഡലത്തിലുടനീളം ഉണ്ട് എന്നും അത് വോട്ടാക്കി മാറ്റി അട്ടിമറി സൃഷ്ടിക്കാൻ കഴിയുമെന്നാണ് ഇടതുപക്ഷം പറയുന്നത്. മാത്രമല്ല EK വിഭാഗം സുന്നികൾ എന്നറിയപ്പെടുന്ന സമസ്തയുടെ വളരെ സജീവ അതിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ K ആലിക്കുട്ടി മുസ്ലിയാരുടെ സഹോദരന്റെ മകനാണ് കുന്നത്ത് മുഹമ്മദ് എന്നതുകൂടി നമ്മൾ ചേർത്ത് വായിക്കണം. മുസ്ലിം ലീഗിൽ മഞ്ഞളാംകുഴി അലിയെ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് മാറ്റണമെന്ന് വലിയ ഒരു വിഭാഗം കഴിഞ്ഞ കുറെ കാലമായി ആവശ്യപ്പെടുന്നു. കാരണം നീണ്ട 25 കൊല്ലം 1996 ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായിക്കൊണ്ട് മങ്കടയിൽ മഞ്ഞളാംകുഴി അലി വരുന്നത്. 2 തവണ അദ്ദേഹം തൊട്ടടുത്ത മണ്ഡലമായ പെരിന്തൽമണ്ണയിൽ നിന്നും മത്സരിച്ചിരുന്നു. അദ്ദേഹത്തിന് പ്രായവും ഒരുപാടായിട്ടുണ്ട്. ആ നിലയിൽ അദ്ദേഹം ഇത്തവണ ഒഴിയുമെന്നാണ് എല്ലാവരും കരുതിയിരുന്നത്. അതില്ലാതായതോടുകൂടിയാണ് കുന്നത്ത് മുഹമ്മദ് മറുഭാഗത്തെത്തുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് പിന്നിൽ വളരെ വലിയ രീതിയിൽ ഇടതുപക്ഷം അണിനിരന്നുകൊണ്ട് കടുത്ത മത്സരമാണിപ്പോൾ മങ്കടയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അവസാന ശ്രീ KP റഹ്മത്തുള്ള, അവിടെ ഇപ്പം SDPI വോട്ടുകൾ, PDP എന്തായാലും പിന്തുണ കൊടുത്തിട്ടുണ്ട്. SDPI വോട്ടുകളൊക്കെ സമാഹരിച്ചാൽ മഞ്ഞളാംകുഴി അലിക്കെതിരെ ഒരു പ്രതിരോധം തീർക്കാൻ ഈ ഇടത് സ്ഥാനാർത്ഥിക്ക് കഴിയും എന്നൊരു പ്രതീക്ഷ സൃഷ്ടിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ടോ? 3000-ലധികം വോട്ടുകൾ SDPIക്കുണ്ട് എന്നാണ് അവരുടെ ഇപ്പോൾ പിൻവലിച്ച സ്ഥാനാർത്ഥി TH അഷ്റഫ് മുമ്പ് മത്സരിച്ചപ്പോൾ 3000-ലേറെ വോട്ടുകൾ SDPIക്ക് ലഭിച്ചതാണ്. മാത്രമല്ല കുന്നത്ത് കുടുംബം എന്ന് പറയുന്നത് അങ്ങാടിപ്പുറം മണ്ഡലത്തിലെ ഏറ്റവും വലിയ കുടുംബമാണ്. ഒരുപാട് വോട്ടുകൾ അവർക്കുണ്ട്. അതിനു പുറമെ കുന്നത്ത് ഫാമിലിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സമസ്ത EK വിഭാഗത്തിലെ ഒരു വിഭാഗത്തിന്റെ വോട്ടുകൾ കൂടി വരുന്നതോടുകൂടി അലി അവസാന തെരഞ്ഞെടുപ്പിൽ ജയിച്ച 5000-ത്തെ മറികടക്കാൻ കഴിയുമെന്നാണ് ഇടതുപക്ഷം കണക്കൂട്ടുന്നത്. അങ്ങനെ അട്ടിമറി തന്നെ സൃഷ്ടിക്കാൻ കഴിയും എന്ന രൂപത്തിലാണ് ഇടതുപക്ഷത്തിന്റെ പ്രചരണങ്ങൾ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. പക്ഷെ അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ 5 തവണയായി മങ്കട മണ്ഡലത്തിലെ ഓരോ വോട്ടറെയും പേരെടുത്ത് വിളിക്കാൻ കഴിയുന്ന അവസ്ഥയിലാണ് മഞ്ഞളാംകുഴി അലിയുള്ളത്. അദ്ദേഹം വളരെ ജനകീയനാണ്. മാത്രമല്ല
തെരഞ്ഞെടുപ്പിലെ തന്ത്രങ്ങളും കുതന്ത്രങ്ങളുടെയും എല്ലാറ്റിന്റെയും ആശാനാണ് മഞ്ഞളാംകുഴി അലി എന്നും അദ്ദേഹം പുതിയ തന്ത്രങ്ങൾ പുറത്തെടുത്ത് വിജയിച്ച് കയറുമെന്നാണ് അദ്ദേഹത്തോടൊപ്പമുള്ളവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. യെസ്, വ്യക്തമാണ്. അപ്പോൾ വലിയ എന്തായാലും ഒരു രാഷ്ട്രീയ നാടകത്തിന് മങ്കട വേദിയാകും എന്ന് ഉറപ്പാണ്. അവിടുത്തെ ഒരു കൃത്യമായ ചിത്രമാണ് KP റഹ്മത്തുള്ള അവിടെ നിന്ന് പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ മഞ്ഞളാംകുഴി അലി വലിയ പ്രതീക്ഷയിലാണ്. അദ്ദേഹത്തിന് തഴക്കം വന്ന ഒരു രാഷ്ട്രീയ നേതാവായി അദ്ദേഹം മാറിക്കഴിഞ്ഞു. തെരഞ്ഞെടുപ്പുകൾ പലത് കണ്ടു. 2 മണ്ഡലങ്ങളിൽ മാറി മാറി നിന്ന് വിജയിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അദ്ദേഹം മങ്കടയിൽ മാത്രമല്ല, മങ്കടയ്ക്ക് പുറത്തുപോയി പെരിന്തൽമണ്ണയിലും അദ്ദേഹം തൻ്റെ വിജയം ഉറപ്പിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. അപ്പോൾ നമുക്ക് ഈ മങ്കടയുടെ ഒരു രാഷ്ട്രീയ ചിത്രം കൂടുതൽ മനസ്സിലാക്കണമെങ്കിൽ അവിടെ ഈ നാളിതുവരെ നേടിയിട്ടുള്ള വോട്ടുകളുടെ ഒരു കണക്ക് കൂടി നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. മങ്കടയിൽ ഈ കഴിഞ്ഞ 3 തവണത്തെ തെരഞ്ഞെടുപ്പിൽ എന്ത് തരം ഒരു ചിത്രമാണ് വ്യക്തമായത് എന്ന് നമുക്ക് നോക്കാം. മങ്കടയിൽ 2021 76,985 വോട്ടുകൾ ആണ് അവിടെ LDF സ്ഥാനാർത്ഥിക്ക് കിട്ടുന്നത്. അതേസമയം UDF സ്ഥാനാർത്ഥിക്ക് 83,231 വോട്ടുകൾ, മഞ്ഞളാംകുഴി അലി 83,231 വോട്ടുകളാണ് അവിടെ നിന്ന് സമാഹരിച്ചിട്ടുള്ളത്. അതേസമയം TK റാഷിദ് അലിക്ക് 76,985 വോട്ടുകളാണ് അവിടെ നിന്ന് കിട്ടുന്നത്. 2016 നമുക്ക് ഈ ചിത്രം കാണാൻ കഴിയും. അവിടെ 2016 മത്സരം അവിടെ കൂടുതൽ കടുത്ത ഒരു മത്സരം എന്ന തരത്തിലേക്ക് വരുന്നു. അഹമ്മദ് കബീറാണ് അവിടെ മത്സരരംഗത്തുള്ളത്. അപ്പോൾ ഉള്ള ഭൂരിപക്ഷം നോക്കുമ്പോൾ 67,657 വോട്ടുകൾ LDF നേടുമ്പോൾ 69,165 വോട്ടുകളാണ് അവിടെ UDFന് കിട്ടുന്നത്. അതിന് മുന്നത്തെ 2011 കണക്കുകൾ പരിശോധിക്കുമ്പോൾ അവിടെ അഹമ്മദ് കബീറും ഖദീജ സത്താറും തമ്മിൽ ഉള്ള ഒരു മത്സരം നടക്കുന്ന ഘട്ടത്തിൽ അവിടെ LDF സ്ഥാനാർത്ഥിക്ക് 44,146 വോട്ടുകൾ കിട്ടുന്നു. അതേസമയം LDF സ്ഥാനാർത്ഥി ഖദീജ സത്താറിന് 44,163 വോട്ടുകൾ കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അതാണ് മങ്കടയിൽ നിന്ന് വരുന്ന ഒരു ചിത്രം. നേരത്തെ ശ്രീ റഹ്മത്തുള്ള സൂചിപ്പിച്ചതുപോലെ 2 ഘട്ടങ്ങളിലും അവിടെ SDPI സ്ഥാനാർത്ഥി ഇതിന് മുന്നേയുള്ള 2 തെരഞ്ഞെടുപ്പുകളിൽ 2016 21 അവിടെ 11 അവിടെ മത്സരരംഗത്തുണ്ട്. അപ്പോൾ LDF സ്ഥാനാർത്ഥി CH അഷ്റഫിന് അവിടെ കിട്ടുന്നത് 315 വോട്ടുകളാണ് 2011 കിട്ടുന്നത്. അതിനുശേഷം 2016 അത് 1456 വോട്ടുകൾ എന്ന തലത്തിലാണ് ആദ്യഘട്ടത്തിൽ കിട്ടുന്നത്. പിന്നീട് അത് 315 വോട്ടുകളായി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അത് മാറുകയും ചെയ്യുന്നതിൻ്റെ ചിത്രങ്ങൾ കാണാം. മങ്കട നമുക്കറിയാം പൊതുവേ ഒരു വളരെയധികം ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വോട്ടുള്ള ഒരു മണ്ഡലമാണ്. 65% വോട്ടർമാർ അവിടെ ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്ന് ഉള്ളവരാണ്. ഈഴവ വിഭാഗത്തിന് 10 മുതൽ 12% വരെ വോട്ടുകളുണ്ട് എന്നാണ് കണക്കാക്കുന്നത്. പട്ടിക വിഭാഗത്തിനും 5 മുതൽ 7%. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.